ജീവനക്കാരുടെ സംഘടനാ സമ്മേളനത്തിൽ സംസാരിക്കുന്നുണ്ട്. ഒരു മുഖ്യമന്ത്രി പറയാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ എല്ലാവരും ഇനിയും ശരിയാക്കും, ഇനിയും ട്രാൻസ്ഫർ ചെയ്യും. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് സംഘടനയുടെ ആൾ മാത്രമാണോ, അല്ലെങ്കിൽ ലീഗിൻ്റെ ആൾ മാത്രമാണോ? മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എൻ്റെ നിങ്ങളുടെ എല്ലാം കൂടി മുഖ്യമന്ത്രിയാണ്. എനിക്കെതിരെ വാർത്ത കൊടുക്കുന്ന TV ചാനലുകളെ ഞാൻ ശരിയാക്കുമെന്ന് പറയുന്നത് വല്ലേ ഉള്ളൂ. TV ചാനലുകൾ സ്വതന്ത്രമായ അഭിപ്രായം പറയും, പത്രങ്ങൾ സ്വതന്ത്രമായ അഭിപ്രായം എഴുതും. ഞാൻ ഇനിയും ഇങ്ങനെ ശരിയാക്കും, എല്ലാവരെയും ഓർത്തു വെച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റുന്ന വാക്ക് മുഖ്യമന്ത്രി പറയാൻ കൊള്ളുന്നതാണോ? ക്രമക്കേട് തടയാൻ വേണ്ടി ഇത് ഈ എലിയെ പേടി ചില്ലം ചുടുക എന്ന് പറയുന്നൊരു പതിവ്. വെപ്രാളം കൊണ്ടേ ബാലഗോപാലൻ രാവിലെ കിടക്കപ്പായെന്ന് എണീറ്റ് ഓടി വന്നതാ. കുളിക്കും പല്ല് തേക്ക് പോലും ചെയ്തിട്ടില്ല. ബാലഗോപാലിന്റെ കോലം നോക്ക് നിങ്ങള് അല്ലേ? നിങ്ങൾ ബാലഗോപാലൻ 5 കൊല്ലം ധനമന്ത്രി ആയിരുന്നപ്പോ ബാലഗോപാലിന്റെ കോലം ഇങ്ങനെ കണ്ടിട്ടോ? ഇപ്പൊ ബാലഗോപാലിന്റെ കോലം നോക്കൂ നിങ്ങള്. എന്തേ കാരണം വേറൊന്നല്ല, ഇന്നലെ വൈകിട്ട് ഇറങ്ങിയ ഉത്തരവ്. ഏത്? പെൻഷൻ കാശ് ഇനി മുതൽ സഹകരണ ബാങ്ക് വഴി ഈ ഏജന്റുമാര് കൊണ്ട് നടന്ന് ഉണ്ടാക്കിപ്പിക്കണ്ട എന്നുള്ള തീരുമാനം. ആ തീരുമാനം വന്നതിൽ പിന്നെ വല്ലാത്ത വെപ്രാളാ. ബാലഗോപാലൻ രാവിലെ കിടക്കപ്പായെന്ന് എഴുന്നേറ്റ് ഓടിയതാ. എന്തെങ്കിലുമൊക്കെ പറയണല്ലോ. ഇപ്പൊ എന്താ പറയുന്നത്? എന്നിട്ട് പറയുന്നത് വേറൊന്നല്ല, പെൻഷൻ കാശ് അടിച്ചു മാറ്റാനുണ്ടായിരുന്ന സിസ്റ്റം, അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. പെൻഷൻ കാശ് അടിച്ചു മാറ്റാനുണ്ടായ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റം പാടേ തല്ലിത്തകർത്ത് നശിപ്പിച്ച മുഖ്യമന്ത്രി നിനക്ക് മാപ്പില്ല എന്നാണ്, മുഖ്യമന്ത്രി നിങ്ങൾക്ക് മാപ്പില്ല എന്നാണ് ബാലഗോപാലനും പറയുന്നത്, കൃമികീടങ്ങളും പറയുന്നത്. വല്ലാത്തൊരു വെപ്രാളത്തിലാണുള്ളത്. കാരണം എന്താ? ഇതിപ്പോൾ കൊണ്ടേ കൊടുക്കുമ്പോൾ ഇങ്ങനെ ചുറ്റിയിട്ട് പോക്കറ്റിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ഈ പറയുന്ന പിണറായി വിജയന്റെ ഔദാര്യമാണ്. വിജയന്റെ തന്തത്തമ്പുരാൻ ഉണ്ടാക്കി വെച്ച ആ തറവാട് സ്വത്ത് നിന്ന് എടുത്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. ഇപ്പൊ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാകും. എന്താണ് ആ ദൃശ്യങ്ങള്? പെൻഷൻ കൊടുക്കാൻ പോയിട്ട് ഒരു വന്യവയോധികൻ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയുന്നില്ല. ആ മനുഷ്യനെ കൊണ്ട് മുദ്രാവാക്യം വിളിച്ചിപ്പിക്കുക. CPIM സിന്ദാബ, പിണറായി വിജയൻ സിന്ദാബ, CPIM സിന്ദാബ, പിണറായി വിജയൻ സിന്ദാബ. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തുമാത്രം വൃത്തികെട്ടൈറ്റങ്ങളാ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തകർന്ന് തണുപ്പണമായി. വേറൊന്നുമല്ലെന്നേ, ഇപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ലോകത്ത്, ഇനിയിപ്പോൾ കേരളത്തിലെ മലയാളി മാത്രമാവണ്ട, ലോകത്തെവിടെയുള്ള മനുഷ്യനാണെങ്കിലും ജീവിക്കണമെങ്കിൽ ഫണ്ട് വേണം അല്ലേ? വേണ്ടേ? അപ്പോൾ പക്ഷേ ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ട് വേർപ്പൊഴുക്കി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്ത് പണമുണ്ടാക്കുന്നു. ഇപ്പം ഇവറ്റകൾ കമ്മീഷൻ അടിച്ചും കൈയിട്ട് വാരിയും, ഞാൻ നേരത്തെ നിങ്ങളോട് ചില വീഡിയോകൾ ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈയിട്ട് വാരിയും കമ്മീഷൻ അടിച്ചും നക്കിയും തിരിച്ചും മറിച്ചും റോളിംഗ് ആക്കിയും ഒക്കെ ആയിരുന്നു ജീവിച്ചത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷക്കാലം ഈ ക്ഷേമ പെൻഷൻ റോളിങ്, അതിൽ കമ്മീഷൻ അടിക്കൽ, അത് വിതരണം ചെയ്യാൻ സർക്കാർ നൽകിയിരുന്ന ഇൻസെൻറ്റീവ്, ഇതൊക്കെ കയ്യിൽ വെച്ചുകൊണ്ടായിരുന്നു കളികൾ. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇനി ഇങ്ങോട്ട് വരാനൊന്നുമില്ല. എല്ലാം മുട്ടി. എന്തൊക്കെ മുട്ടിയത്? ഭരണം പോയപ്പോൾ പല രീതിയിൽ കൈയിട്ട് വാരൽ നിന്നു. പിന്നുണ്ടായിരുന്ന ഒരു വഴി എന്ന് പറയുന്നത് ദുരന്തം ഉണ്ടാകുമ്പോൾ കൈയിട്ട് വാരുക, പിരിവ് നടത്തി കൈയിട്ട് വാരുക. അതും നിന്നു. പിന്നുണ്ടായത് എന്താ? ഈ പറയുന്ന അവസാന ആശ്രയം ഈ പെൻഷനായിരുന്നു. അതും തകിടം മറിഞ്ഞു. ഇപ്പം ഇനി എന്ത് ചെയ്യും? അതാണിപ്പോൾ ഒരൊറ്റ മുദ്രാവാക്യം. എന്താണ്? കൈയിട്ട് വാരാൻ, പെൻഷൻ കാശ് അടിച്ചു മാറ്റാൻ ഉണ്ടായിരുന്ന സിസ്റ്റം, അടിച്ചു മാറ്റാനുണ്ടായ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതൊരു സിസ്റ്റമായിരുന്നു. പെൻഷൻ കാശിൽ കമ്മീഷൻ അടിക്കുക, പെൻഷൻ കാശ് റോളാക്കുക. നിങ്ങളെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പിണറായി വിജയൻ ഭരിച്ച 10 കൊല്ലം നിങ്ങൾ വാർത്താ മാധ്യമങ്ങളുടെ ആർക്കൈവുകളുടെ അടുത്തൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് പെൻഷൻ കാശ് ക്രമക്കേടുമായിട്ട് പിടിക്കപ്പെട്ട ഒരുപാട് കൃമികീടങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കാൻ കഴിയും അല്ലേ? ഇപ്പം സോഷ്യൽ മീഡിയയിൽ അത് വലിയ ചർച്ചയാവുന്നുണ്ട്. ഈ പഴയ സഖാക്കളുടെ ഈ പെൻഷൻ കാശ് തട്ടിപ്പ്, പെൻഷൻ കാശ് കമ്മീഷൻ അടിക്കൽ, പെൻഷൻ കാശ് റോളിംഗ് ആക്കൽ, ഈ വിധ ഏർപ്പാടുകളെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുന്നുണ്ട്. അപ്പോൾ ഇതൊരു സിസ്റ്റമായിരുന്നു.
പെൻഷൻ കാശ് അടിച്ചു മാറ്റുന്ന സിസ്റ്റം, ആ സിസ്റ്റം തകർത്ത് തരിപ്പണമാക്കി സതീശൻ. അതോടുകൂടി അതോ ഗതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ അതിലുള്ള വെപ്രാളാണ്. ആ വെപ്രാളത്തിലാണ് ബാലഗോപാലൻ എഴുന്നേറ്റിട്ടൊന്നും പല്ല് പോലും തേച്ചിട്ടില്ല. ആ കിടക്കപ്പായൽ നിന്ന് അങ്ങനെ തന്നെ ഓടി, ഇന്നലെ ഇട്ട കുപ്പായം ഇട്ടുകൊണ്ട് മൂപ്പര് ഓടി വന്ന് നേരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ. അപ്പം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത് പറയുമ്പോൾ ബാലഗോപാലൻ്റെ പ്രശ്നം തീരുന്നില്ല. കാരണം എന്താ, ഇപ്പോൾ സർക്കാർ വന്നപ്പോൾ പിണറായി വിജയൻ്റെ ടീമുകളായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക. അതൊന്നും ചെയ്യാൻ പറ്റൂല. ബാലഗോപാലൻ പറയും അതൊന്നും ചെയ്യാൻ പറ്റൂല. സർക്കാർ എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുടെ, പിന്നല്ലാണ്ട് UDF-കാരൻ്റെ മുഖ്യമന്ത്രി അല്ലാണ്ട് ബാലഗോപാലൻ്റെ മുഖ്യമന്ത്രി എങ്ങനെയാവുന്നത്? ബാലഗോപാലൻ വോട്ട് ചെയ്തിനാ സതീശന് വേണ്ടിയിട്ട്? സഖാക്കൾ വോട്ട് ചെയ്തിനാ ഈ പറയുന്ന ആരെങ്കിലും? അപ്പോൾ ഈ പറയുന്ന ആളുകളെയൊക്കെ ഇങ്ങനെ തട്ടി മാറ്റുകയാണ്. അപ്പോൾ അതും ബാലഗോപാലൻ ഇതിപ്പോൾ വലിയ പ്രശ്നമാണ്. കാരണം എന്താ, AKG സെൻറ്ററിൽ ചൂട് പിടിച്ച ചർച്ചയാ. കാരണം ഈ പറയുന്ന തൊഴിലാളി സംഘടന നേതാക്കൾ, പല രീതിയിലുള്ള സർവീസ് സംഘടന, തൊഴിലാളി സംഘടന, അങ്ങനെ പല സംഘടനകളുണ്ടല്ലോ, ഇവരുടെ നേതാക്കന്മാരൊക്കെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക. ഒരു വഴിയുമില്ല. സതീശൻ തട്ടിത്തെറിപ്പിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഈ പിണറായി വിജയൻ്റെ കുഴലൂത്തുകാരായിട്ടുള്ള സംഘങ്ങളെ മുഴുവൻ ഏതൊക്കെ ഉണ്ടതിൽ, അതിൽ മറ്റേ തിരുവാതിരക്ക് ഗാനമെഴുതിയ ആൾ വരെ ഉണ്ട്. അടിച്ചു പുറത്താക്കി. ഗാനം എഴുതിയതിനൊക്കെ സർവീസിൽ നിന്ന് വിരമിച്ചതാ. എന്നിട്ട് പിണറായി വിജയന് കുഴലൂത്ത് നടത്താൻ വേണ്ടി മാത്രം വീണ്ടും നിയമനം നൽകി, താൽക്കാലിക നിയമനം നൽകി, ശമ്പളവും നൽകി. അതും ലക്ഷക്കണക്കിന് ഉറുപ്പിയാണ് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത്. എന്തായിരുന്നു ജോലി വേറൊന്നുമില്ല, പിണറായി വിജയന് വേണ്ടിയിട്ട് സ്തുതിപാഠക സംഗീതം ഒരുക്കുക, പാട്ടൊരുക്കുക, അതിൻ്റെ അണിയറ പ്രവർത്തനം നടത്തുക. അതായിരുന്നു പരിപാടി. തെറപ്പിച്ച് അങ്ങനെ എല്ലാ രീതിയിലും ഈ പറയുന്ന പല രീതിയിലുള്ള തിരികെക്കയറ്റലുകളും പുറത്താക്കപ്പെടുന്നു. ക്ഷേമ പെൻഷൻ അതിനി ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സഹകരണ ബാങ്കിൽ വന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിൽ വരും എന്ന് പറഞ്ഞാൽ ഇപ്പം അതിലെന്താ പ്രശ്നമുള്ളത്? മാത്രമല്ല ഇവിടെയൊക്കെ വലിയ ഈ പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? പ്രശ്നം മറ്റൊന്നുമല്ല, പ്രശ്നം ഇവറ്റകളുടെയൊക്കെ ഈ പറയുന്ന വരുമാന മാർഗം മുട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. മനസ്സിലായോ? ഇപ്പം നിങ്ങൾ ബാലഗോപാലിൻ്റെ വർത്താനം കേട്ടെ. ഇനി അശ്ലീലം റഹീം, ഏത് ഡബിളെ സിനിമാ പോസ്റ്ററിൽ കാണില്ലേ? അല്ലെങ്കിൽ മറ്റേ സെൻസർഡ് സർട്ടിഫിക്കറ്റിൽ A കാണും, U കാണും, ഒക്കെ കാണും അല്ലേ? അതുപോലെ ഡബിൾ റഹീം, 2 എണ്ണം പേരിൻ്റെ മുന്നിൽ 2 A ഉള്ള റഹീം, അതാണ് അശ്ലീലം റഹീം. ആ അശ്ലീലം റഹീമിൻ്റെ ഒരു കുറിപ്പുണ്ട് ഫേസ്ബുക്കിൽ. എന്താണ് കുറിപ്പ്? വിറയാർന്ന കൈകളിൽ വിടർത്തിപ്പിടിച്ച പെൻഷൻ കാശും ഉള്ളു നിറയ്ക്കുന്ന അമ്മച്ചിരികളും ഇനി വാർത്തകളിലെ വസന്തമാകില്ല. അതെ, പെൻഷൻ വീട്ടിലെത്തിക്കുന്ന സംവിധാനം UDF സർക്കാർ അവസാനിപ്പിച്ചിരിക്കുന്നു. 23,10,983 ഗുണഭോക്താക്കൾക്ക് പ്രയോജനം ലഭിച്ചിരുന്ന സംവിധാനമാണ് UDF സർക്കാർ നിർത്തലാക്കുന്നത്. അതായത് കേരളത്തിൽ പെൻഷൻ നിർത്തലാക്കി എന്നാണ് അശ്ലീലം റഹീം പറയുന്നത്. ഞാനിങ്ങനെ ആലോചിക്കുക, ഒരു ഉത്തരവ് വരുമ്പോഴേക്കും പെൻഷൻ നിർത്തലാക്കി എന്ന് പ്രചരണം നടത്തണമെങ്കിൽ ആ ഉത്തരവ് നിങ്ങൾ നോക്കണം. ആ ഉത്തരവിൽ എന്താ ഉള്ളൂ? ഇനി പെൻഷൻ സഹകരണ ബാങ്കില്ല, മറിച്ച് സഹകരണ ബാങ്കുകളെ ഒഴിവാക്കിയിട്ട് ഈ പറയുന്ന എന്താ പറയേണ്ടത്, കൊമേഴ്ഷ്യൽ ബാങ്കുകളിലൂടെ മാത്രമേ വിതരണം ചെയ്യൂ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ റൂമിലില്ല, അടുത്ത റൂമിലൂടെ വിതരണം ചെയ്യും. ഇതേ ഉത്തരവിലുള്ളൂ, അത്രയല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിലില്ല, അടുത്ത ബിൽഡിങ്ങിലുള്ള സ്ഥാപനത്തിലൂടെയാണ് ഈ പറയുന്ന പെൻഷൻ കാശ് വിതരണം ചെയ്യുക. ഇതാണല്ലോ ഉത്തരവ്. അപ്പം ഈ ഉത്തരവ് വരുമ്പോഴേക്കും ഇവർക്ക് എന്തിനാ ഇത്ര കുറിപൊട്ടുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കുരുപൊട്ടുന്നത് എന്ന് മാത്രമല്ല, അപ്പം റഹീമിൻ്റെ കുറിപ്പ് വായിച്ചാൽ എന്താ മനസ്സിലാവുന്നത്? നിങ്ങൾ നോക്കൂ, റഹീമിൻ്റെ കുറിപ്പിൽ 1, 2, 3, 4, 5, 6 വരികളാണുള്ളത്. അതിൽ 2 പാരഗ്രാഫായിട്ടാണ് റഹീം എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ പാരഗ്രാഫ് 23,10,983 ഗുണഭോക്താക്കൾക്ക് പ്രയോജനം ലഭിച്ചിരുന്ന സംവിധാനമാണ് UDF സർക്കാർ നിർത്തലാക്കുന്നത്.
UDF സർക്കാർ നിർത്തലാക്കി എന്നാണ് പറയുന്നത് പെൻഷൻ സംവിധാനം. 23 ലക്ഷത്തിൽ പരം ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സംവിധാനം നിർത്തലാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രചരണങ്ങൾ നടത്തണമെങ്കിൽ ഈ പെൻഷൻ കാശ് കൊണ്ട് എന്തൊക്കെ തിരിമറികൾ ഇവർ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല മരിച്ച് മണ്ണടിഞ്ഞു പോയവരുടെ പേരിൽ പോലും പെൻഷൻ വിതരണം ചെയ്ത് അത് സഖാക്കൾ വാങ്ങി നക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് സഖാക്കൾ വാങ്ങി നക്കിയിട്ടുണ്ട്. അത് വീതം വെച്ചത് AKG സെൻറ്ററിൽ വെച്ചാണ്. AKG സെൻറ്ററുകളിലും ലോക്കൽ കമ്മിറ്റി ഓഫീസുകളിലും ജില്ലാ കമ്മിറ്റി ഓഫീസിലും വെച്ചിട്ട് ഈ വീതം വെപ്പ് ഇനി അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ അവസാനിപ്പിച്ചത് ഇതാണ് സഖാക്കളെ ഇത്രമാത്രം വെപ്രാളത്തിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ കൈയിട്ട് വാരൽ അവസാനിച്ചിരിക്കുന്നു. സ്വാഭാവിക അല്ലേ? ഒരു ഇൻകം മുട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം നിങ്ങളോട്, രാവിലെ നിങ്ങൾ ഒരു കൂലിപ്പണിക്ക് ഒരാൾ വിളിച്ചപ്പോൾ നിങ്ങൾ കൂലി പറഞ്ഞു 1000 രൂപ. വൈകുന്നേരം വരെ പണിയെടുത്തു, ജോലി കഴിഞ്ഞ് വരുമ്പോൾ 1000 രൂപക്ക് പകരം 900 രൂപ നിങ്ങളുടെ കയ്യിൽ ആ വ്യക്തി തന്നെന്ന് കരുതുക. ഞാനൊരു ജസ്റ്റ് ഒരു ഇമാജിൻ ചെയ്യാൻ വേണ്ടി ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ പറയുകയാണ്. അപ്പോൾ 900 രൂപ നിങ്ങളുടെ കയ്യിൽ തന്നാൽ നിങ്ങൾ അപ്സെറ്റാകും, നിങ്ങൾ അസ്വസ്ഥനാകും, നിങ്ങൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകും, വിഷമമുണ്ടാകും, നിങ്ങൾ പ്രതികരിക്കും, നിങ്ങൾ ആ 100 രൂപ കൂടി വാങ്ങിയെടുക്കുവാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തും. എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് ഇൻകം മുട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒറ്റയടിക്ക് ഒരൊറ്റ ഉത്തരവ് കൊണ്ട് ആയിരങ്ങളല്ല ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻകമാണ് മുട്ടിയത് സഖാക്കളുടേത്. മനസ്സിലാക്കണം. ഇതിൽ നമ്മൾ ഈ കാണും പോലെ കമ്മീഷൻ അടി മാത്രമല്ല ഇല്ല. ഇപ്പം നിങ്ങൾ ഇന്ന് നേരത്തെ നിങ്ങളുമായി പങ്കുവെച്ച ഒരു വീഡിയോയിൽ പൊന്നാനിയിൽ നിന്നുള്ളൊരു വാർത്ത, വിധവാ പെൻഷൻ അപേക്ഷിച്ചു, 1 കൊല്ലം ആ സ്ത്രീക്ക് വന്ന പെൻഷൻ ഈ പറയുന്ന കൃമികീടം ആ സ്ത്രീയെ അറിയിച്ചില്ല എന്ന് മാത്രമല്ല എല്ലാം വ്യാജ ഒപ്പിട്ട് വാങ്ങിയെടുത്ത് പോക്കറ്റിലിട്ട് നക്കി 1 കൊല്ലത്തോളം. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ വീണ്ടും തൻ്റെ പെൻഷൻ എന്തായി, പെൻഷൻ പാസ്സായില്ലേ എന്ന് മുനിസിപ്പാലിറ്റിയിൽ പോയി അന്വേഷിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പെൻഷൻ പാസ്സായിട്ടുണ്ട്, 1 കൊല്ലമായി പെൻഷൻ വരുന്നുണ്ട്, ആ പെൻഷൻ നിങ്ങൾ വാങ്ങിയിട്ടുമുണ്ട് എന്നുള്ള വിവരം ഇവർ അറിയുന്നത്. എന്നാൽ ആ പണം ഇവർ വാങ്ങിയിട്ടുണ്ടോ? അങ്ങനെ മരിച്ചവരും മരിക്കാത്തവരും ജീവിച്ചിരിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ ആയിരക്കണക്കിന് ആളുകളുടെ പണമാണ് ഇവർ വാങ്ങി നക്കിക്കൊണ്ടിരുന്നത്. അതൊക്കെ നിൽക്കാൻ പോവുക. കാരണം ഈ ബാങ്ക് ത്രൂ, അതും നാഷണലൈസ്ഡ് ബാങ്ക് ത്രൂ ഉള്ള പരിപാടി വലിയ രീതിയിൽ ഇവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം പ്രചരണങ്ങൾ. ഇപ്പോൾ അശ്ലീലം റഹീം ഒരു ജനപ്രതിനിധിയല്ല, തിരികെ കയറ്റിയത് രാജ്യസഭയിൽ ഒരു MP ആണ്. MP എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധി എന്നാണല്ലോ നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്നത്. ആ രീതിയിൽ അങ്ങോട്ട് പറയാം. ഓക്കെ, MP ആണ് അദ്ദേഹം. ആ അശ്ലീലം റഹീം പറയാണ് 23 ലക്ഷത്തിലധികം ആളുകൾക്ക് നൽകിക്കൊണ്ടിരുന്ന ആനുകൂല്യമാണ് UDF സർക്കാർ നിർത്തലാക്കിയത്. അതായത് പെൻഷൻ നിർത്തലാക്കി എന്നാ പറയുന്നത്. പെൻഷൻ നിർത്തലാക്കിയോ? അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള കുരുപൊട്ടലുകൾ ഇവർക്കുണ്ട്. കാരണം വരവ് മുട്ടിയിരിക്കുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഒരു മുദ്രാവാക്യം വിളിക്കുന്നത്. പെൻഷൻ കാശ് അടിച്ചു മാറ്റുന്ന സിസ്റ്റം ഒഴിവാക്കിയ മുഖ്യമന്ത്രി സതീശ നിങ്ങൾക്ക് മാപ്പില്ല എന്നാണ് സഖാക്കള് മുദ്രാവാക്യം വിളിക്കുന്നത് ഇപ്പോൾ.